എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ലഹരി വിരുദ്ധ പരിപാടികൾക്ക് തുടക്കമായി. സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ലഹരിമുക്ത ക്യാമ്പസ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ നിർവഹിച്ചു. ചടങ്ങിലൊരുക്കിയ പ്രത്യേക തൂഫാൻ ബോർഡിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് മന്ത്രി പദ്ധതി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്തീയ മിഷണറിമാർ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ വലിയ പരിശ്രമങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാനും അത് പരിപാലിക്കാനും അതുപോലെ തന്നെ കലാലയങ്ങൾ, കോളേജുകൾ ഒക്കെ സ്ഥാപിക്കാനും ക്രിസ്തീയ മിഷണറിമാർ, ക്രിസ്തീയ സഭകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പ്രത്യേകം പ്രശംസനീയമാണ്. ചടങ്ങിൽ ബത്തേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും, പാലനഗരിയിലെ എല്ലാ നിക്ഷേപങ്ങളും നാടിന്റെ ഭാവി വികസനത്തിന്റെ നിക്ഷേപങ്ങളാണ്. ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമ്മുടെ നാട് നല്ല കാഴ്ചപ്പാടുള്ള ഒരു നാടാണ്. നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസിനെ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകം ആദരിച്ചു. കോർപ്പറേറ്റ് കറസ്പോണ്ടന്റ് ഫാദർ ജെയിംസ് മലയപ്പറമ്പിൽ, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോൺ തളിക്കുന്നൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. MLA മാരായ ആര്യടൻ ഷൗക്കത്ത്, VS ജോയി, TP അഷ്റഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, സ്കൂൾ മാനേജർ ഫാദർ പോൾ സനാറ്റുപുറം, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവരടക്കമുള്ള പ്രമുഖർ സ്കൂൾ ക്യാമ്പസിനെ ലഹരി മുക്തമാക്കുന്ന പ്രഖ്യാപന ചടങ്ങിൽ പങ്കാളികളാവുകയും ആശംസകൾ നേരുകയും ചെയ്തു. ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനും കലാലയ അന്തരീക്ഷം കൂടുതൽ സുരക്ഷിതമാക്കാനും NSS മുന്നോട്ട് വയ്ക്കുന്ന ഈ മാതൃകാപരമായ പദ്ധതിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.